രൂപ 5000 നീ എന്റെ തന്നെ വാങ്ങിച്ചത് നിനക്കറിയാമോ? അമ്മ അതിന് തരുമല്ലേ? തരും. നിനക്ക് തോന്നുമ്പോ തന്നാ പോരാ. കൊറേ നാളെ ആയി. അമ്മ ഇത് പൈസ മാറ്റോട്ടോ മേലോട്ടല്ലേ പോവാൻ പോണേ. എന്തോടാ പറഞ്ഞത്? പിന്നല്ല ഒരു സമാധാനം തരില്ല. മനുഷ്യ വന്ന് ഒരു 5000 രൂപ വാങ്ങിച്ചാൽ അത് കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? 5000 ചെറിയ സംഖ്യയാണ്. 5000 ചെറിയ ഇവിടെ സംഖ്യ എപ്പോഴാണ് ഓരോ ആവശ്യം അനുസരിച്ച് ചെറുതും വലുതുമാവും. അങ്ങനെ സംഖ്യക്ക് ഒരു വലിപ്പമേ ഉള്ളൂ. ഇപ്പൊ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, പിന്നെ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യം. ഇന്ന് തരണമെന്ന് പറഞ്ഞാൽ ഞാൻ നോട്ടടിച്ച് വെച്ചിട്ടില്ല. എന്റെ പൈസ ഇടേ പൈസ വരാണ്ട് വരുമ്പോ ഞാൻ കൊടുക്കും. എന്ന് വരും? അത് വരുമ്പോ നീ എല്ലായിടത്തും പറഞ്ഞ പരിപാടിയല്ലേ? നീ നിന്റെ പൈസ വാങ്ങിച്ചില്ലല്ലോ. അമ്മയുടെ വാങ്ങിച്ചാൽ എനിക്കറിയാം അമ്മയുടെ കൊടുക്കാൻ. അത് തരും. 2 ദിവസത്തിനകത്ത് കൊടുക്കും. എനിക്ക് എവിടെ നിന്നും കിട്ടാൻ പോണില്ല. ഇത് എന്റെ സ്ഥിരം പരിപാടി. നാട്ടുകാരുടെ മൊത്തം പൈസ കടം മേടിച്ചിട്ട് പറയും നാളെ വരും, അല്ലെങ്കിൽ വരുമ്പോ തരും എന്ന് എത്ര പ്രാവശ്യം പോലീസ് വരട്ടെ. നീ സ്റ്റേഷനിലെ വേറെ ആരോടും കാണിച്ചാൽ മതി കേട്ടോ. എന്റെ അടുത്ത് കാണിക്കാൻ നീ വരല്ലേ? അമ്മേന്ന് പൈസ 5000 രൂപ അത് കൊടുക്കാനില്ല. സൗകര്യം കൊടുക്കും. എന്നിട്ട് പറഞ്ഞ അമ്മ മേലോട്ട് എടുക്കാൻ പോണെന്നു. പിന്നെ നീ പോലീസ് സ്റ്റേഷനിൽ അതാ വേറെ നിന്റെ തൊപ്പി ഞാൻ നീ എന്റെ അകത്ത് വരുമ്പോ നിന്റെ തൊപ്പി എന്താണിത്? അങ്ങനെ റോഡിലേക്ക് കാലം കിടന്ന് അമ്മയുടെ പൈസ കടം മേടിച്ചിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. കൊടുക്കാതെ ഞാൻ ഇവിടെ ഞാൻ കൊടുക്കുമല്ലോ. നിന്റെ പൈസ മേടിച്ചിട്ടില്ലല്ലോ. നിന്റെ അമ്മ മാത്രമല്ലല്ലോ അത്. അവർ തമ്മിലുള്ളത് അവർ തീർത്തോളും. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ രണ്ടാളും തമ്മിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത്. അമ്മാവ ഞാൻ അമ്മയായിട്ട് മാന്യമായിട്ട് സംസാരിച്ചോളൂ. യവൻ വന്നിട്ട് അതിനെ ഊതി വീർപ്പിച്ച് നിങ്ങൾ തമ്മിൽ എന്തിനാ സംസാരിക്കണെന്ന്? അവനല്ലേ മേലെ നിങ്ങൾ തമ്മിൽ സംസാരിക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യത്തിന് വരുമ്പോ ഇവിടെ ഇതാണോ സംഭവം? എന്നെ നീ ലോക്കപ്പിൽ അടയ്ക്കുമല്ലോ അല്ലേ? നീ അടയ്ക്കടാ. എല്ലായിടത്തും കൂടെ പറയണേ. ഇനി ഈ വീട്ടിലോട്ട് ഒരൊറ്റ എണ്ണം കയറി പോയിട്ട് കാല് വെക്കരുത്. ചുമ്മാ ഒരു ബന്ധം വേണ്ട. ഇവനോട് അവൻ എന്നെ ലോക്കപ്പിൽ കയറണം. നീ കേട്ടടാ. നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഇനി എന്റെ തലയിലെ തൊപ്പി എറിപ്പിക്കാൻ നടക്കുന്ന അവന്റെ വീട്ടിലേക്ക് നീ ഇറങ്ങരുത്. നിങ്ങൾ ആരും പോരുത്. പറഞ്ഞിട്ടില്ല വേണ്ട. കാശ് കടം വാങ്ങിച്ചിട്ട് തൊപ്പി എറിപ്പിക്കാൻ ഇറങ്ങണേ. മഴ കാണാൻ തരാം. ഒരു ബന്ധമല്ല. തങ്കം ഇങ്ങോട്ട് കയറി പോകുന്നത് ഏതാ പറഞ്ഞില്ല.